അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ലോക മുഅ്മിനീങ്ങൾ കാത്തിരുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആശൂറ രാവ്, പരിശുദ്ധമായ മുഹറം 10 രാവ്, മാത്രമല്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മിലേക്ക് ആഗതമാവുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ നോക്കുകയാണെങ്കിലും ഇന്നത്തെ രാവിൽ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. ദുആക്ക് ഇജാബത്ത് ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ചെറിയൊരു ആയത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ആ ആഗ്രഹം നിറവേറിക്കിട്ടും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിൽ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അത് കയ്യും കണക്കുമില്ല എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ പറയുന്നത്. അത്രത്തോളം അനുഗ്രഹങ്ങളാണ് നമുക്ക് ഈ ദുനിയാവിൽ നിന്നും നാളെ പരലോകത്തിൽ നിന്നും അല്ലാഹു നൽകുക. നാം എല്ലാവരും ഇന്ന് പരിശുദ്ധമായ മുഹറം 9 താസുആ നോമ്പുകാരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ഈ പോരിശയാക്കപ്പെട്ട ഇന്നത്തെ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല ഹാസിലാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു കാണിച്ചു തരട്ടെ. മരിക്കുന്നത് വരെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ജന്നത്ത് നൽകട്ടെ. ലോക മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇഹലോകത്തും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മൾ എത്ര തന്നെ സ്തുതിച്ചാലും നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം ഈ പരിശുദ്ധമായ മുഹറം 9, 10 ഈ സമയം നമുക്ക് നോമ്പ് നോക്കാൻ, അള്ളാഹുവിന് ഇബാദത്ത് കൊടുക്കാൻ, മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ആയുസ്സ് നൽകില്ലേ? ഒരു അവസരം നമുക്ക് നൽകിയില്ലേ? അത് നമുക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. ഇന്നത്തെ ദിവസം ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. മുഅ്മിനീങ്ങൾക്ക് അപൂർവമായി കിട്ടുന്ന വലിയ പൂരിശയാക്കപ്പെട്ട രാവാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതായത് ആശൂറ രാവ്, മുഹറം 10 രാവ്, മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്. ഇന്നത്തെ ഈ രാവുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ദുആക്ക് ഇജാബത്ത് ഉറപ്പുള്ള രാവാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിൽ നിങ്ങൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആയത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും. നിങ്ങളുടെ മുറാദ് ഹാസിലാകും. അതോടൊപ്പം ഇന്നത്തെ രാവിൽ നിങ്ങൾ നേരം പുലരോളം ഉറക്കമൊഴിച്ച് ഇബാദത്ത് എടുക്കാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ രാവിൽ ചെയ്താൽ, പരിഗണിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ഈ മുഹറം 10 രാവിൻ്റെ എല്ലാ ബറക്കത്തും നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ഖൈറാത്തുകളും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ രാവിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞു തരാം. ഇന്നത്തെ ഈ രാവിൻ്റെ എല്ലാ പോരിശയും ലഭിക്കാൻ, ഹയാത്താക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, അതുപോലെ സുബ്ഹി നിസ്കാരം, ഈ 3 നിസ്കാരവും നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക. എത്ര വലിയ തിരക്കിലാണെങ്കിലും നിങ്ങൾ ആ തിരക്കൊക്കെ മാറ്റിവെച്ച് ഇന്ന് നമ്മിലേക്ക് കയറി വരുന്ന ഈ രാവിൻ്റെ മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക. സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുക. പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കുക. സ്ത്രീകളാണെങ്കിലോ ഉമ്മയും മക്കളും മരുമക്കളും പേരമക്കളും എല്ലാവരും ചേർന്ന് നിങ്ങൾ വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ രാവ് ഹയാത്താക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇന്ന് നിങ്ങൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. കാരണം ഇന്ന് ദുആക്ക് ഇജാബത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും.
ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധമായ മുഹറം ആശൂറ രാവിൽ മുഹറം 10 രാവിൽ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മുത്തുനബി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിൽ നിങ്ങൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. ഇനി മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യുക. ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. അതായത് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും ഉമ്മയോടും ഭാര്യയോടുമൊക്കെ ചോദിക്കുക, എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടത്? അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം എന്താണോ വേണ്ടത് അതൊക്കെ വാങ്ങിക്കൊടുക്കുക. അവരെ സന്തോഷിപ്പിക്കുക. നമുക്ക് താങ്ങുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. വീട്ടുകാർ പലതും പറയും, അവരുടെ ഇഷ്ടങ്ങൾ. എന്നാൽ നമ്മുടെ സമ്പത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വർഷത്തിന് നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നൽകും. ഒരു വർഷത്തിന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വിശാലത ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറക്കാതെ ഇന്നത്തെ രാവിൽ നാളത്തെ പകലിൽ നിങ്ങൾ കുടുംബത്തിൽ വിശാലത ചെയ്യുക. എന്നാൽ ഒരു വർഷത്തിന് നിങ്ങൾക്ക് പണമായിക്കോട്ടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അതിലൊന്നും നിങ്ങൾക്കൊരു കുറവും അല്ലാഹു സുബ്ഹാനഹു തആല വരുത്തില്ല. ഒരു വർഷത്തിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു നൽകുന്നതാണ്. ഇനി നിങ്ങൾ ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ടത് ഒരു മഹത്തായ അത്ഭുത ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ർ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവിൽ നിങ്ങൾ 40 പ്രാവശ്യം ചുരുങ്ങിയത് ചൊല്ലുക. ധാരാളം ചൊല്ലാൻ കഴിയുമെങ്കിൽ 313 പ്രാവശ്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലുക. ചുരുങ്ങിയത് ഒരു 40 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അതുപോലെ ഇന്നത്തെ രാവിൽ നിങ്ങൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിക്റാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. വലിയ മഹത്വമേറിയ ഒരു ദിക്റാണിത്. അല്ലാഹുവേ, എൻ്റെ എല്ലാ കാര്യവും ഞാൻ നിന്നിൽ ഏൽപ്പിക്കുകയാണ്. എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന അല്ലാഹുവേ, നിന്നിൽ ഞാൻ എൻ്റെ എല്ലാ കാര്യവും ഏൽപ്പിക്കുകയാണ് എന്നർത്ഥം വരുന്ന അതിമനോഹരമായ ഈ ദിക്ർ നിങ്ങൾ ചുരുങ്ങിയതൊരു 70 പ്രാവശ്യം ഇന്നത്തെ രാവിൽ ചൊല്ലുക. അതുപോലെ തന്നെ ഇന്നത്തെ രാവിലെ നിങ്ങൾ മറക്കാതെ ഓതേണ്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചെറിയ ഒരു സൂറത്താണ്. ഓതാൻ തന്നെ നല്ല മനോഹരമായിട്ട് നമുക്ക് ഓതാൻ സാധിക്കും. ഈ സൂറത്ത് നിങ്ങൾ ചുരുങ്ങിയതൊരു 100 പ്രാവശ്യം ഓതുക. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓതണം. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് നമുക്കിതിന് നൽകുന്നത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ മാലാക്കമാർ ഇത് ഓതുന്ന വീടുകളിൽ ഇറങ്ങി വരും. ഈ സൂറത്ത് ഓതിയാൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. ഈ സൂറത്ത് 50 പ്രാവശ്യം ഓതിയാൽ ഒരു മനുഷ്യൻ്റെ 50 വർഷത്തെ പാപം അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ് ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സാമ്പത്തിക പ്രയാസങ്ങൾ നൽകില്ല. അവരുടെ സമ്പത്തിൽ വർധനവുണ്ടാകും. മറ്റൊരുപാട് അനുഗ്രഹങ്ങൾ ഇഹലോകത്തും അല്ലാഹു നൽകുന്നുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പതിവായി ഓതുന്ന ആളുകൾക്ക്. സൂറത്തുൽ ഇഖ്ലാസ് 10 വട്ടം പതിവായി ഓതിയാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നത സ്ഥാനം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാവിലെ നിങ്ങൾ ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതുപോലെ തന്നെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ഓതേണ്ട ഒരു ആയത്താണ്, പാരായണം ചെയ്യേണ്ട ഒരു ആയത്താണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. അതായത് ആയത്തുൽ ഹിർസ്,
ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഈ ഒരു ആയത്ത് നിങ്ങൾ കഴിയുമെങ്കിൽ 1000 പ്രാവശ്യം പാരായണം ചെയ്യുക. ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇന്നത്തെ രാവിൽ നാളത്തെ ദിവസമൊക്കെ നിങ്ങൾ കഴിയുന്ന അത്ര ധാരാളം പാരായണം ചെയ്യുക. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ രാവിൽ നിങ്ങൾ മറക്കാതെ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാവ് നിങ്ങൾക്ക് ഹയാത്താക്കാൻ സാധിക്കും. ഇന്നത്തെ രാവിലെ എല്ലാ പോരിശയും എല്ലാ ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇന്നത്തെ രാവിൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ ആയത്ത്, ഈ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അതിനുശേഷം നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ചെറിയ സ്വലാത്തും പറയാനുണ്ട്. ഫാത്തിമിയ സ്വലാത്താണ് ഏറ്റവും ചെറുത്. എന്നാൽ അതിനേക്കാൾ ചെറിയ ഒരു സ്വലാത്താണ് നിങ്ങൾ പറയേണ്ടത്. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത് 100 പ്രാവശ്യമാണ്. ഈ സ്വലാത്ത് ഒരു ചെറിയ സ്വലാത്താണെങ്കിലും ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ സ്വലാത്ത് നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് 10 കോടിയിലധികം പ്രതിഫലമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത് 10 കോടിയിലധികം പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോലും മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നൽകുന്ന പ്രതിഫലം. ഈ സ്വലാത്ത് നമ്മൾ എന്തെങ്കിലും ഉദ്ദേശം വെച്ച് മുറാദ് വെച്ച് നമ്മൾ ചൊല്ലിയാൽ ആ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വേഗത്തിൽ നമുക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് എത്ര വലിയ മാറാ രോഗമാണെങ്കിലും ഡോക്ടർമാർ വരെ എഴുതി തള്ളിയ രോഗമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവർക്ക് ശിഫയാക്കി കൊടുക്കും. എത്ര വലിയ രോഗങ്ങളും നമുക്ക് ശിഫയായി കിട്ടാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി. ഇനി ഈ സ്വലാത്ത് പതിവായി ചൊല്ലുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുന്നതാണ്. നിങ്ങൾക്ക് സമാധാനമില്ലാത്ത ജീവിതമാണോ ലഭിക്കുന്നത്? എന്നും ടെൻഷനാണോ? കണ്ണീരോടുകൂടിയുള്ള ജീവിതമാണോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ടെൻഷൻ വരാനുള്ള, അവരുടെ സമാധാനം നഷ്ടപ്പെടാനുള്ള ഒരു അവസരങ്ങളും അല്ലാഹു നൽകില്ല. ഒരു സാമ്പത്തിക പ്രയാസമായിക്കോട്ടെ, രോഗങ്ങളായിക്കോട്ടെ, മറ്റ് മാനസിക പ്രയാസമായിക്കോട്ടെ, മറ്റ് പ്രതിസന്ധികളായിക്കോട്ടെ, അപകടങ്ങളായിക്കോട്ടെ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ കാത്തു രക്ഷിക്കുന്നതാണ്. ജീവിതത്തിൽ വരുന്ന എത്ര വലിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒരു മനപ്രയാസമില്ലാതെ അതിനെ നേരിടാനും അതിനുള്ള പരിഹാരമാർഗം കണ്ടെത്താനും ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് സാധിക്കും. അത്രക്കും വലിയ മനക്കരുത്തായിരിക്കും ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുപോലെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സാമ്പത്തിക ഐശ്വര്യം നൽകും. ഈ സ്വലാത്ത് പതിവായി ചൊല്ലുന്നവർക്ക് മരണം വരെ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാകില്ല, ദാരിദ്ര്യമുണ്ടാകില്ല, സമ്പത്ത് അവരെ തേടി വരും. പണം ഈ സ്വലാത്ത് ചൊല്ലുന്നവരെ പിന്തുടരുമെന്നാണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്. നമ്മുടെ മടി മാറാൻ, അലസത മാറാൻ, ജീവിതത്തിൽ ഉന്മേഷം ലഭിക്കാൻ, സമാധാനം ലഭിക്കാൻ ഈ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. മാത്രമല്ല മഹ്ശറയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നതാണ് ഈ സ്വലാത്ത് പതിവായി ചൊല്ലുന്നവർക്ക്. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഈ സ്വലാത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ, ഇന്ന് പരിശുദ്ധമായ മുഹറം 10 രാവ്, ആശൂറ രാവ്, പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ഇന്നത്തെ രാത്രി നിങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന അമൽ മറക്കാതെ ചെയ്യണം. ഈ സ്വലാത്ത് നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക.
ഈ സ്വലാത്ത് 100 പ്രാവശ്യം ചൊല്ലുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയൊരു ആയത്ത് നിങ്ങൾ ഓതേണ്ടതുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ആദ്യം ഓതുക. എന്നതിന് ശേഷം നിങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി എന്ന ഈ സ്വലാത്ത് നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുറാദുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്താണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ സ്വലാത്തിനെ കൊടുക്കണേ എന്നാണ് അർത്ഥം വരുന്നത്. ഈ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട്, ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെയും രാവിൻ്റെയും ബറക്കത്ത് കൊണ്ട്, മഹത്വം കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും. ഇന്നത്തെ രാവിൽ നിങ്ങൾ മറക്കാതെ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് ഒരു പ്രാവശ്യം പാരായണം ചെയ്ത് ഈ സ്വലാത്ത് നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ഈ പരിശുദ്ധമായ മുഹറം 9, 10 ദിവസത്തിൻ്റെയും രാവിൻ്റെയും എല്ലാ ഖൈറാത്തുകളും പോരിശകളും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.